എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാനത്ത് +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. +1 ക്ലാസ്സിലേക്ക് കടക്കുന്ന ഓരോ കുട്ടിയെയും രക്ഷിതാവിനെയും സംബന്ധിച്ച് അവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് മാറി വരികയാണ്. എന്തൊക്കെയാണ് +1 ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. +1 ക്ലാസ്സുകളിലേക്ക് കടക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുകയാണ്. ഒപ്പം എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. തങ്ങളുടെ ജീവിത വഴിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് +1 വിദ്യാർത്ഥികൾ കടക്കുന്നത്. 10ാം ക്ലാസ് വരെ അവർ പഠിച്ചിട്ടുള്ളതിൽ നിന്നും അല്ലെങ്കിൽ ശീലിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് ഈ കുട്ടികൾ കടക്കുമ്പോൾ അവരുടെ മാനസികപരമായും ആരോഗ്യപരമായും ഒപ്പം തന്നെ പഠന കാര്യങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുന്നൊരു കാലം കൂടിയാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവരുടെ കരിയറാണ്. നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തുകൊണ്ട് +1 ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ കരിയർ സാധ്യതകൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലക്ഷ്യങ്ങളായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഈ ഘട്ടത്തിന് ശേഷമാണ് ഒരു കുട്ടി +2 കഴിയുന്നതോടുകൂടിയാണ് അവരുടെ കരിയർ മേഖല അവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക്, അതുപോലെ എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, അഗ്രികൾച്ചർ, അതുപോലെ തന്നെ പ്യുവർ സയൻസ്, റിസർച്ച് മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്യുവർ സയൻസ്, സിവിൽ സർവീസ്, LLB, ടൂറിസം, അതേപോലെ ജേർണലിസം ഒക്കെ പോലെയുള്ള ഒപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും സൈബർ സെക്യൂരിറ്റിയും ഒക്കെ അതിനൊക്കെ പുതിയ തലങ്ങളിലേക്ക്, ബയോടെക്നോളജി പോലെയുള്ള തലങ്ങളിലേക്കൊക്കെ കുട്ടികൾക്ക് അവരുടെ കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ കൊമേഴ്സ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി, LLB, BCom, BBA പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റ് വിഷയങ്ങളിലുള്ള ഡിഗ്രി കോഴ്സുകൾ, സിവിൽ സർവീസ് പോലെയുള്ള കോഴ്സ് ഒക്കെ അവർക്കും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണെങ്കിൽ ആർട്സ് വിഷയങ്ങളിലെ ഡിഗ്രി, സിവിൽ സർവീസ്, അതുപോലെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സയൻസിനോടൊപ്പം സൂചിപ്പിച്ചിട്ടുള്ള മറ്റു മേഖലകൾ, ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻറ്റ്, LLB പോലെയുള്ള ഒരുപാട് സാധ്യതകൾ ഈ കുട്ടികൾക്ക് ഉണ്ട്. നേരത്തെ മറ്റു വീഡിയോകളിൽ കരിയർ സാധ്യതകളെ കുറിച്ച് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ +2ൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ആ +2 റിസൾട്ട് ഒപ്പം ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് +2 കഴിയുമ്പോഴേക്ക് ഏറ്റവും നല്ല മികച്ച, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച കോഴ്സ് സ്കൂളൊക്കെ ചിലപ്പം ലഭിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതേ സിറ്റുവേഷൻ നമുക്ക് വീണ്ടും +2 കഴിയുമ്പോൾ വരികയാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു പഠന മാർക്കിൻ്റെ കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പഠന സമയം ക്രമീകരിക്കണം. വലിയ മാറ്റങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ സിലബസ് പഠിക്കുന്നു, NCERTയുടെ സിലബസ് പഠിക്കുന്നു. ഒപ്പം തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രധാനമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പഠന സമയം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ 10ാം ക്ലാസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ക്രമീകരിക്കാൻ വേണ്ടി കഴിയണം. ഒപ്പം തന്നെ ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ഈ പുതിയ കാലത്തിനനുസരിച്ച് ഉള്ള ആൽഫ ജനറേഷനിലെ കുട്ടികളാണല്ലോ. അപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗമാണ്. അതിന് പുതിയ കാലത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡിജിറ്റൽ ടൈം ടേബിൾ എന്നാണ്. നമുക്ക് ഈ പറയുന്ന നിലയിലേക്ക് മൊബൈൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസസിൻ്റെ ഉപകരണങ്ങളുടെ ഉപയോഗത്തെ ക്രമീകരിക്കുക. അവരുടെ സമയം, പഠന സമയത്തോടൊപ്പം തന്നെ ഇതിൻ്റെ സമയവും ക്രമീകരിക്കുക. നമ്മൾ അധിക സമയം ഇതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിജിറ്റൽ ടൈം ടേബിൾ എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പ്രവേശിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള 10ാം ക്ലാസ്സിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക്, ഒരേ ക്ലാസ് മുറിയിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യം ഈ ഹയർ സെക്കൻഡറി ക്ലാസ് റൂമിനകത്ത് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ പുതിയ സുഹൃത്തുക്കളെ,
നമുക്ക് പുതിയ കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാനും അതിലൂടെ മറ്റ് സമൂഹത്തിൽ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള വിപത്തുകളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു +1 കാലത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അച്ചടക്കപരമായിട്ടും അതുപോലെ നമ്മുടെ കലാലയത്തിൻ്റെ അന്തരീക്ഷം ഏറ്റവും സർഗാത്മകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരുപാട് അവസരങ്ങൾ ഈ +1 ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിലുണ്ട്. അത് ഒന്ന് കലാപരമായിട്ടുണ്ട്, കായികപരമായിട്ടുണ്ട്, അതുപോലെ ശാസ്ത്രരംഗത്തൊക്കെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് പോലെയുള്ള അല്ലെങ്കിൽ ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഒപ്പം തന്നെ സാമൂഹിക ബോധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്ലബ്ബുകൾ, നാഷണൽ സർവീസ് സ്കീം, NSS പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോലീസ് പോലെയുള്ള, ഒപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പോലെയുള്ള, NCC പോലെയുള്ള, അതേപോലെ അത് ഏത് ഇതാണ് ഉള്ളത് മറ്റ് ക്ലബ്ബുകളുണ്ട്, നമ്മുടെ സൗഹൃദ ക്ലബ്ബുകളുണ്ട്, കരിയർ ക്ലബ്ബുകളുണ്ട് സ്കൂളുകൾക്കകത്ത്. ഇതിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടി നടത്താൻ കുട്ടികൾക്ക് അവസരമുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ക്ലാസ് റൂമിനകത്തുള്ള അന്തരീക്ഷത്തിലൂടെ കൂട്ടായ്മയിലൂടെ ഏറ്റവും മികച്ചൊരു കലാലയ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കും. അത് ഈ പുതിയ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഠനത്തോടൊപ്പം സാധിക്കും. ഇതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഈ കാലയളവിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത്. ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലയളവിലേക്കാണ് നമ്മുടെ ഈ കൗമാര വിദ്യാർത്ഥികൾ +1 കാലയളവിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മാനസികാരോഗ്യം, അതുപോലെ തന്നെ ശാരീരികാരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യായാമം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അതിലൊക്കെ വരുമ്പോൾ നമുക്ക് പഠനത്തിലേക്ക് കടക്കുമ്പോൾ പേടി, അതുപോലെ തന്നെ മടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധിക്കും. ഇതിനൊക്കെ ചെറുത്ത് നിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് കൂടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ +1 +2 കാലയളവിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഏറ്റവും ഉചിതമായ, നേരത്തെ നമ്മൾ കരിയർ ഗോളിനെ കുറിച്ച് പറഞ്ഞു, ആ കരിയർ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച റിസൾട്ടിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നല്ല സാമൂഹിക ബോധം, നേരത്തെ പറഞ്ഞ ചേർത്തുപിടിക്കലൊക്കെ വരുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ +2 കാലയളവിന് ശേഷം സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, എല്ലാ ബ്രാൻഡിലുമുള്ള ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള സാധാരണ ഒരു കടയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതേ സിറ്റുവേഷനാണ്. നമുക്ക് നല്ല അക്കാഡമിക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അക്കാഡമിക് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കോഴ്സുകളും ഏതിലേക്കും നമുക്ക് ഡൈവേർട്ട് ചെയ്യാനും പോകാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, അത് അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റുള്ള നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാറ്റിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാവരും നമുക്ക് നല്ല ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ +1 +2 കാലയളവ് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഏറ്റവും മികച്ച വിജയം +1 വിദ്യാർത്ഥികൾക്ക് +2 കാലയളവിന് ശേഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം, ആ പഠിക്കുന്ന കോഴ്സിനകത്ത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കോഴ്സിനകത്ത് നമ്പർ 1 ആവാൻ, അതിലേറ്റവും മികച്ച, അത് മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാനൊരു ഓവറോൾ പെർഫോമൻസ് എന്നുള്ള നിലക്കാണ് പറഞ്ഞത്, അതിനകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.